Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന എക്സാം ആണ് ബിസിനസ് അനലറ്റിക്സ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എ ഉള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. 2 മാർക്സിന് ഒരുപാട് ചാൻസസ് ഉള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉള്ളതാണ്, ഓപ്ഷൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആദ്യം തന്നെ ഇൻഫോർമേഷൻ എന്താണ് നിർബന്ധമായും നോക്കുക. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് സ്കിപ്പ് ചെയ്യരുത്. ദെൻ അവിടെ തന്നെ നമുക്ക് ഡാറ്റ അനലറ്റിക്സിനെ പറ്റി കാണാൻ സാധിക്കും. ഫസ്റ്റ് യൂണിറ്റിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ അനലറ്റിക്സ് അത് നോക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡാറ്റ എന്താണ്, ഡിജിറ്റൽ ഡാറ്റ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ നെക്സ്റ്റ് OLAP എന്താണ്, OLTP എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ നമുക്കതിൽ തന്നെ ഒരുപാട് ഇപ്പോൾ MOLAP ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാം, എനിക്കിതും പ്രതീക്ഷിക്കുന്നു. പിന്നെ STP മോഡൽ, അതിനെ പറ്റിയിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നു. പിന്നെ DSS, അതുപോലെ തന്നെ EAS, MAS, 3 ഏതെങ്കിലും ഒരെണ്ണം. കൂടുതൽ ഞാൻ ഈ DSSO EASO എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെയാണ്. MAS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ SCക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ടേമുകൾ നിർബന്ധമായി നോക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ കേസിൽ പല ലെയറുകളുണ്ട്. അതിലേതെങ്കിലും ഒരു ലെയറിൻ്റെ റോള് പ്രതീക്ഷിക്കുന്നു. റോൾ ഓഫ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസിനസ് ലെയറോ, ലെയർ ഇൻ ബിസിനസ് ഇൻ്റലിജൻസ് BA. അതിൽ നമുക്ക് പിന്നെ ഓപ്പറേഷൻ ലെയർ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ലെയർ ഉണ്ട്. ഞാൻ അല്ലാതെ എഴുതുന്നതിൽ ഏതെങ്കിലും ഒരു ലെയറിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, നോക്കി വെച്ചോളൂ. നെക്സ്റ്റ് ഡാറ്റ മാർട്ട് എന്താണ്, ഡാറ്റ മാർട്ട് എന്താണ്, ഡാറ്റ വെയർഹൗസ് എന്താണ്, നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ ഡാറ്റ മാപ്പിംഗ് ഉണ്ട്, ഡാറ്റ ക്വാളിറ്റി, ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ. ഡാറ്റ മാപ്പിംഗ് ഉണ്ട്, ഡാറ്റ ക്വാളിറ്റി. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ഡാറ്റ ബേസ് എന്താണ്, നോർമലൈസേഷൻ എന്താണ്, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നോർമലൈസേഷൻ എന്താണ്. അതുപോലെ തന്നെ ബിസിനസ് റിപ്പോർട്ട് എന്താണ്, ബിസിനസ് റിപ്പോർട്ട് എന്താണ്. 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ. നെക്സ്റ്റ് KPI, 3 ടീമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം. KPIയോ അതല്ലെങ്കിൽ ബാലൻസ് സ്കോ കാർഡ് ഉണ്ട്, പിന്നെ ഡാഷ്ബോർഡ് ഉണ്ട്, ഡാഷ്ബോർഡ്. ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു കേട്ടോ. KPI ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു, ബാക്കിയും നോക്കി വയ്ക്കുക എന്താണെന്നുള്ളത്. ഫൈനലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് കസ്റ്റമർ ഹാപ്പിനെസ് സർവേ എന്താണ്, കസ്റ്റമർ ഹാപ്പിനെസ് സർവേ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റേഷ്യൂസ് എന്താണ്. അപ്പോൾ
ഇത്ര കാര്യങ്ങൾ 2 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് 8 ചോദ്യങ്ങളാണ് വരാം. അതിൽ 5 ആൻസർ കൊടുക്കണം. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതിലുള്ള ചില ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെയിലേക്ക് മാറ്റിയിടാൻ സാധ്യതയുള്ളതുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാനിവിടെ കവർ ചെയ്തിട്ടുള്ളത്. ഇൻഫർമേഷൻ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, ഡിജിറ്റൽ ഡാറ്റ, പിന്നെ ടൈമുകൾ, OLAP, OLTP, STP മോഡൽ, DSS, EAS, പിന്നെ ബിസിനസ് ലെയർ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ലെയർ, BI ബിസിനസ് ഇൻ്റലിജൻസിൽ ഡാറ്റ മാർട്ട്, ഡാറ്റ വെയർഹൗസ്, ഡാറ്റ മാപ്പിംഗ്, ഡാറ്റ ക്വാളിറ്റി, ഡാറ്റ ബേസ് എന്താണ്, നോർമലൈസേഷൻ, ബിസിനസ് റിപ്പോർട്ട്, KPI, ബാലൻസ് സ്കോർ കാർഡ്, ഡാഷ്ബോർഡ് എന്താണ്, കസ്റ്റമർ ഹാപ്പിനെസ് സർവേ എന്താണ്, ഫിനാൻഷ്യൽ റേഷ്യൂസ് എന്താണ്. ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.